السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഡോപ്പമിൻ ഫാസ്റ്റിംഗ് ഇന്ദ്രിയങ്ങൾക്കൽപ്പം വിശ്രമമാകാം. ഈ ഒരു ടോപ്പിക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ചർച്ചയാക്കപ്പെട്ട ഒന്നാണ്. കാരണം നമ്മുടെ യുഗം എന്നുള്ളത് ഇൻ്റർനെറ്റിന് അടിമപ്പെട്ട യുഗമാണ്. നമുക്കൊരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പണ്ടുള്ള ഉമ്മമാരെല്ലാം അവരുടെ മക്കൾക്ക്, കുഞ്ഞിമക്കൾക്ക് ചോറ് കൊടുത്തിരുന്നത് താലോല പാട്ടുകൾ പാടിക്കൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഉമ്മമാർ കുഞ്ഞിമക്കൾക്ക് ഭക്ഷണം നൽകുന്നത്, ആ കുട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഉമ്മ ഫോൺ കൊടുത്താൽ മാത്രമേ ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇൻ്റർനെറ്റ് അഡിക്ഷൻ എത്രത്തോളം നമ്മുടെ സമൂഹത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെയാണ് ഡോപ്പമിൻ ഫാസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഡോപ്പമിൻ ഫാസ്റ്റിംഗ് എന്നുള്ളത് നമ്മൾ ഈ ഫോണിൽ കാണുന്ന, അല്ലെങ്കിൽ ഫോണിൽ നാം ഇൻ്റർനെറ്റിൽ ചെലവഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്, ഒരു രാസവസ്തു ഉത്ഭവിക്കുന്നുണ്ട്, ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സന്തോഷം നൽകുന്ന ഹാപ്പി ഹോർമോൺ എന്നും ഈ ഡോപ്പമിനെ അറിയപ്പെടുന്നുണ്ട്. ഒരു നിമിഷത്തേക്ക് നമുക്ക് സന്തോഷം നൽകുന്ന, ഒരു കുറഞ്ഞ സമയത്തേക്ക് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഡോപ്പമിൻ എന്ന ഹോർമോണ് ആവശ്യമാണ്. കാരണം സന്തോഷം മനുഷ്യർക്ക് വേണമല്ലോ. എന്നാൽ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ അധിക ഉൽപാദനം അത് മനുഷ്യന് വളരെയധികം ദുഷ്കരമാണ്. മനുഷ്യന് വളരെയധികം ആപത്തുകൾ അതിൻ്റെ അധിക ഉപയോഗം മൂലം ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ഡോപ്പമിൻ്റെ അധിക ഉപയോഗത്തെ എങ്ങനെ തടയാം? അതാണ് ഡോപ്പമിൻ ഫാസ്റ്റിംഗ്. ഡോപ്പമിൻ ഫാസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മുടെ ഫോണുകളെ മാറ്റി നിർത്തുക, സോഷ്യൽ മീഡിയയെ ഒഴിവാക്കുക, നാം നമ്മുടെ ലോകത്തേക്ക്, അല്ലെങ്കിൽ നാം അശാന്തതയിലേക്കൊന്ന് കുറച്ചു നേരമെങ്കിലും നാം നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പഠനങ്ങൾ പറയുന്നത് ഒരു ദിവസം ഒരു വ്യക്തി 1 മണിക്കൂറെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും അവൻ സോഷ്യൽ മീഡിയയെ ഒഴിവാക്കിക്കൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അവൻ്റെ അശാന്തതയിലേക്ക് പോകണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഒന്നുമല്ല സന്തോഷം എന്നുള്ളത്. നാം നമ്മുടെ സന്തോഷത്തെ അറിയണമെങ്കിൽ നാം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സന്തോഷം എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുന്നതല്ല യഥാർത്ഥത്തിൽ സന്തോഷം എന്നുള്ളത്. ഇത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഡോപ്പമിൻ ഫാസ്റ്റിംഗ് നടത്താൻ സാധിക്കുക? നാം രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് പല വ്യക്തികളും, പ്രത്യേകിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന, ഈ 21-ാം നൂറ്റാണ്ടിൽ ഉള്ള വിദ്യാർത്ഥി സമൂഹം ഇതിന് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കൂടുതൽ സമയം, 10 മണിക്ക് ശേഷം ഫോണുകളുടെ ഉപയോഗം അത് പാടില്ല എന്ന് തന്നെ പഠനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഒന്നാമതായി പറയുന്നത്, ഫോണുകളുടെ ഉപയോഗം, രാത്രി സമയങ്ങളിലുള്ള ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള ഫോണുകളുടെ ഉപയോഗം മാറ്റിവെക്കുക എന്നുള്ളത്. മറ്റൊന്ന്, നാം ഭക്ഷണം കഴിക്കുമ്പോൾ, ഈ ഒരു സമൂഹത്തിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ
നമ്മുടെ വയസ്സായ ഉപ്പമാരും ഉമ്മമാരുമെല്ലാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാർത്തകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പൗരന്മാരായ വ്യക്തികളെല്ലാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോണിലേക്ക് നോക്കി ഫോണിൽ റീലുകൾ കണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ സമൂഹത്തിനുണ്ട്. രണ്ടാമതായി പഠനങ്ങൾ പറയുന്നത് ഈ ഒരു സ്വഭാവം മാറ്റിവെക്കുക എന്നുള്ളതാണ്. നാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഫാസ്റ്റ് ഫുഡിങ്ങിലൂടെയും ഈ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഡോപ്പമീൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ നാം കൂടുതലായി ഈ ഒരു സമൂഹത്തിൽ കൂടുതലായി കണ്ടുവരുന്നതാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവുക എന്നുള്ളത്. ഈ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അധികം പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു കൂടുതൽ ഫാസ്റ്റ് ഫുഡിങ് കഴിക്കുന്നതും ഡോപ്പമീൻ്റെ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ മൂന്നാമതായി പറയുന്നത് നാം നമ്മുടെ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുക. ഇത്തരത്തിൽ ചെയ്താൽ നമ്മുടെ സമൂഹത്തിലെ ഈ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. നമുക്കറിയാം, നാം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഫോൺ കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ മാതാവിനെ ഉപദ്രവിച്ച, മാതാവിനെ കൊലപ്പെടുത്തിയ കേസുകൾ വരെ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെതിരെ എല്ലാം നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ നാം നമ്മുടെ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ എഴുത്തുകൾ കൊണ്ടും ചലിപ്പിച്ച് നാം മറ്റുള്ള വ്യക്തികൾക്ക്, മറ്റുള്ള വിദ്യാർത്ഥികൾക്ക്, ഇതിനടിമപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാകാൻ ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.